പാലാരിവട്ടത്ത് നമ്മള് മെട്രോയിലെ ട്രെയിൻ കയറാൻ പോവാ. മെട്രോ ട്രെയിൻ, ആകാശത്തൂടെ പോകുന്ന ട്രെയിനില്ലേ? അതിന് നമ്മൾ കയറിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ കയറിയിട്ടില്ല. അപ്പൊ ഇന്ന് അമ്മ ആശുപത്രി പോയിട്ട് വന്നിട്ട് ഞങ്ങൾ അമ്മയെ ആകാശ മെട്രോയിൽ കയറാൻ പോവാ. ഞങ്ങൾ വെയിൽ കൂടിയിട്ട് തലയിൽ മുണ്ടിട്ട് നടക്കണേ ഒരാള്. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്, പോവാനായിട്ട്, മെട്രോയിൽ കയറാനായിട്ട്. മെട്രോയിൽ കയറിയിട്ട് വരാം. ഇതാണോ പടിഞ്ഞാട്ട്? കേറിക്കോ. ആ ടിക്കറ്റ് എടുക്കണം അവിടെ പോയിട്ട്. അമ്മയ്ക്ക് ഇത്ര സ്റ്റെപ്പ് കയറാനുണ്ട്. പതിയെ കയറിയാ മതി. നിന്നേ, ക്ഷീണിച്ചോ? പതിയെ പതിയെ. എസ്കലേറ്റർ ഉണ്ട്, പിന്നെ എസ്കലേറ്റർ കയറിയാൽ നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. എത്തി നമ്മള്, കണ്ടാ? പിന്നെ വെറുതെ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചോ മെട്രോയില്? എനിക്കറിയാം, ഞാൻ നല്ലപ്പം കാണുവാണോ? പിന്നെ ആ, നമുക്ക് ലിഫ്റ്റ് ഉണ്ടോ നോക്കാം. ലിഫ്റ്റിൽ പോവാം കേട്ടോ. ലിഫ്റ്റ് ഉണ്ട് ഇത്. അപ്പം നമുക്ക് ലിഫ്റ്റിൽ പോവാം. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണല്ലോ സാധനം. അപ്പം വരും. ഇതിന് നടന്നില്ലൊന്നും കുഴപ്പമൊന്നുമില്ല, നടക്കുന്നോണ്ടൊരു കുഴപ്പമില്ല. മെട്രോയിൽ കയറാൻ അമ്മയ്ക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, ട്രെയിനകത്ത് കയറുന്നത് പോലെ. ആണോ? മെട്രോ കണ്ടോ? ഇതാണ് മെട്രോ, കണ്ടോ? ഇത് സാധാ ട്രെയിനാണോ? മെട്രോയ്ക്ക് അകത്ത് കയറുന്ന ഫോട്ടോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഫുള്ള് തിരക്കായിരുന്നു. ഒരു തരി പോലും നിൽക്കാൻ സ്ഥലമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നമ്മൾ പാലാരിവട്ടം ടു തൃപ്പൂണിത്തറയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. എന്നിട്ട് തൃപ്പൂണിത്തറ വന്ന ഇപ്പം നമ്മൾ ഈ കാണുന്നത് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനകത്തുള്ള ഒരു പ്ലേസാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഉണ്ടോ? എന്നാ കയറിക്കോ. അമ്മയ്ക്ക് കഥകളി അറിയാവോ? കണ്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ ഇവിടെ? അല്ലല്ലോ, അത് മ്യൂസിക് വെറുതെ വെച്ചിരിക്കണേ. ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മളപ്പോൾ താഴോട്ട് പോവല്ലേ? എന്തോ നോക്കുന്ന സൗന്ദര്യം നോക്കുവന്നോ? പിന്നെ പറ, പിന്നെന്ത് നോക്കി? ഓ, എന്ത് നാരങ്ങ വെള്ളം വേണ്ടായോ? അതുകൊണ്ട് വാങ്ങിച്ചോ. കൊള്ളാവോ? ദാഹിച്ചു പോയെന്നുണ്ടല്ലോ. തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുകയാണ് രണ്ട് സുഹൃത്തുക്കൾ. എവിടെയും പോകാനില്ലാതെ, വഴിയറിയാതെ. ഞങ്ങളെ വിളിക്കാൻ ആള് വരുമെന്നുള്ള വിശ്വാസത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഇവിടെ. ആണമ്മേ? ചിരിക്കണ? സന്തോഷമായിരുന്നു. പക്ഷെ ഇത് വീട്ടിൽ ചെല്ലുമ്പോ കിട്ടും. ഓ, ഇന്നമ്മയ്ക്ക് ആ ഓണം കിട്ടുന്നതിന് മുന്നോടിയായിട്ടാണ് ഞാൻ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത്. ഇന്ന് അമ്മയ്ക്ക്
പൊടിപൂരമാണ്. അമ്മയുടെ ആരോഗ്യസ്ഥിതി ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടറുടെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് കുറെ കിട്ടി. ഇനി അമ്മയ്ക്ക് ഇന്ന് പൊടിപൂരം, അതിന്റെ സന്തോഷമാണ്. ആ പൊടിപൂരത്തിൽ മുന്നേ ഉള്ള അണയാൻ പോകുന്ന തീക്ക് മുന്നിലുള്ള ആളിക്കത്തലാണ് നിങ്ങളീ കാണുന്നത്. ആള് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വഴിയറിയാതെ തെണ്ടി നടന്ന 2 യുവതികൾക്ക് രക്ഷകനായി. വഴിയറിയാതെ തെണ്ടി നടന്ന യുവതികൾക്ക് രക്ഷകനായി വന്നതാണോ താങ്കൾ? അതെ അതെ, വീട്ടിൽ കൊണ്ടുവരാൻ